ഇവിടെ വലിയ പുരാണം പറയുന്നു. ഇവിടെ കല്യാണം കഴിച്ച് ഞാൻ ഇവിടെ വീട്ടിൽ ചെന്നു. ആദ്യ രാത്രിയാ. പഴയ എസ്റ്റേറ്റ് ബൂത്ത് പോലെ ഇരിക്കുന്ന ഒരു റൂമിലേക്ക് കയറ്റി ഒരു 4-5 തക്കാളിപ്പട്ടി അങ്ങ് അടുക്കി വെച്ചേച്ച് ഇവൾ എന്നോട് പറയാ കിടന്നോ ചേട്ടാന്ന്. ഞാൻ മൂലയ്ക്ക് നോക്കിയപ്പോ ഉണ്ടല്ലോ ഒരു 2 പൂച്ച വെറ്റ് കിടക്കുക. ഇതാ ഇവള്. നീ വലിയ ബെഡിന്റെ മഹാത്മ്യൊന്നും എന്നോട് പറയണ്ട കേട്ടോ. എന്റെ പൊന്നെ, ഞാനുണ്ടല്ലോ 10-20 വർഷക്കാലം ആഫ്രിക്ക കിടന്നോ ജോലി ചെയ്ത് സ്വൈര്യജീവിതം നയിക്കാനാ ഈ വീട്ടിലോട്ട് വന്നത്. എന്നാ ചെയ്യാനാ, ഞാൻ ഈ വീട്ടിൽ എന്ന് വന്നോ അന്നു മുതൽ ഈ പെണ്ണുമ്പിള്ള എനിക്ക് സ്വൈര്യം തന്നിട്ടില്ല. അറിയാവോ? നിങ്ങളൊന്ന് കേക്ക്. ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ സ്വൈര്യം തരത്തില്ലെന്ന് പറഞ്ഞു. എന്താ മനുഷ്യനെ നിങ്ങൾക്ക് ഞാൻ സ്വൈര്യം തരാത്ത? എന്താ മനുഷ്യനെ നിങ്ങൾക്ക് ഞാൻ സ്വൈര്യം തരാത്ത? എന്താ മനുഷ്യനെ പറ പറ പറ. ഇത് തന്നെ സ്വൈര്യമുണ്ടോ? സ്വൈര്യമുണ്ടോ? പറ, നിങ്ങൾ പറ. 10-20 വർഷം നിങ്ങളെ ആഫ്രിക്ക കിടന്നുണ്ടാക്കി എന്ന് പറയുന്നത് ഈ വീടിന് വേണ്ടി വല്ലതും കൊണ്ടുവന്നോ? ഈ വീടിന് വേണ്ടി ഒന്നും കൊണ്ടുവന്നില്ലേലും കേരളത്തിൽ മുഴുവൻ ആഫ്രിക്കൻ പായൽ ഇറക്കുമതി ചെയ്തത് ആരാടി? ആരാ? ഈ ആഫ്രിക്കൻ പൊറിഞ്ചുവാ. ആഫ്രിക്കൻ പായലേ നിങ്ങളാ ഇവിടെ കൊണ്ടുവന്നേന്ന് ആലപ്പുഴക്കാരെ അറിയരുത്. നിങ്ങളെ കാലി പിടിച്ച് മുക്കിക്കൊന്നും. ആഫ്രിക്കൻ പായല് തന്നെയോ? ആഫ്രിക്കൻ മുഷി, ആഫ്രിക്കൻ കൊച്ച. അല്ല, ഒച്ച ഇപ്പൊ കയ്യിന്ന് മൊത്തം പോയേന്. എടി, ഇതെല്ലാം വംശനാശ ഭീഷണി നേരിടാതെ ഉണ്ടല്ലോ ഞാനാ ഇവിടെ നോക്കുന്നത്. പെരുകുവല്ലേ, പെരുകുവാ. ഇതിനൊരു അവാർഡ് എനിക്ക് ആഫ്രിക്കൻ സർക്കാർ തന്നിട്ടുണ്ട്. അതോ ആഫ്രിക്കക്കാരെല്ലാം അനുഭവിച്ച് മടുത്ത് ഇനി കേരളക്കാരുടെ അനുഭവിച്ചോട്ടെ എന്നുള്ള സന്തോഷത്തിന് അനുഭവം അവാർഡ് എന്നുള്ള അവാർഡാണ് എനിക്ക് കിട്ടിയത്. ഇനി എനിക്കൊരു വലിയൊരാഗ്രഹം കൂടെ ഉണ്ട്. എന്തോന്നാ ഇനി ആഗ്രഹം ഈ വയസ്സാം കാലത്ത്? വയസ്സ് കാലത്തല്ലേ വൈകിട്ടെന്താ പരിപാടി കൊച്ചു കള്ളി? പ്രായം ചെന്നപ്പോ മോഹൻലാലിനെ എടുത്തോണ്ട് വരല്ലേ? പൊക്കോണം മാറി കേട്ടോ. അതല്ലടി, എനിക്കിനി ഒരു ജീവിയെയും കൂടെ ഇവിടെ കൊണ്ടുവരണം. ഇത്രയും ജീവിയെ ഇവിടെ കൊണ്ടുവന്നത് പോരെ, ഇനി ഏത് ജീവി? ആഫ്രിക്കൻ ആന. എടി, നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങൾ എഴുന്നള്ളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ കിട്ടുമല്ലേ? അത് തന്നെയല്ല, ആഫ്രിക്കൻ ആനയുടെ മുതുകത്ത് കയറിയിരുന്ന് ഈ ആഫ്രിക്കൻ പൊറിഞ്ചു ഒരു വരവുണ്ട്. എന്നാ ഗമയായിരിക്കും അല്ലേ? ആനപ്പുറത്തൊന്നും കേറാൻ പോവല്ലേ. ആന നിങ്ങളെ കുലുക്കി താഴെ ഇടും. പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ. ആന കുലുക്കി താഴെ ഇടാൻ ഞാൻ എന്നാടി